പ്രൈസ് ഗാഡ്. ഏത് അസാധ്യങ്ങളെയും സാധ്യമാക്കി, ഏതു മരണത്തിൻ്റെ താഴ്വരകളിൽ നിന്നും നമ്മെ ജീവിപ്പിച്ച് ജീവിക്കുന്ന സാക്ഷികളായി നിർത്തുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. അസാധ്യങ്ങളെ നോക്കി ഭാരപ്പെടേണ്ട, ജീവിക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം 1-2 വചനങ്ങൾ വായിക്കാം. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രിയ ദൈവമക്കളെ, യഹോവയുടെ കൈയും യഹോവയുടെ ആത്മാവും നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും സമൃദ്ധിയായ ഒരു അനുഭവമായിരിക്കത്തില്ല. ചിലപ്പോൾ അസാധ്യങ്ങളുടെയും പ്രതിസന്ധികളുടെ നടുവിലായിരിക്കാം, പക്ഷെ അവിടെ നാം ഏകയായിരിക്കത്തില്ല. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. 2-ാം വചനത്തിൽ അവിടെ എത്രയും അധികം അസ്ഥികൾ കിടന്നിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. എന്നാൽ യഹോവയുടെ ആത്മാവ് അവിടെയുണ്ട്, യഹോവയുടെ കൈ നമ്മോട് കൂടെയുണ്ടെങ്കിൽ എവിടെയും നമുക്ക് സർവൈവൽ ഉണ്ട്. ഇവിടെ കർത്താവ് പ്രവാചകനോട് ചോദിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ പറയുന്ന, കർത്താവെ നീ അറിയുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഡ്രൈനെസ്സുകളെ മാറ്റി അവിടെ പുതിയൊരു തുടക്കം ആരംഭിക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. അതേ അധ്യായം 10-ാം വചനത്തിൽ വായിക്കുന്നു, അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. 2-ാം വചനത്തിൽ ഏറ്റവും ഉണങ്ങിയിരുന്ന അസ്ഥികൾ 10-ാം വചനമായപ്പോൾ ഏറ്റവും വലിയ സൈന്യമായി. വാലി ഓഫ് ഡ്രൈ ബോൺസ് ടു വാസ്റ്റ് ആർമി. വലിയൊരു ചേഞ്ച് അവിടെ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് അസ്ഥികൂടങ്ങളായി ചിതറിക്കിടന്നപ്പോഴും കർത്താവ് അവയെ കണ്ടത് ഒരു സൈന്യമായിട്ടാണ്. അത് ഏറ്റവും വലിയ സൈന്യമായി മാറി. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു? പ്രവാചകനോട് കൽപ്പിച്ചതൊക്കെയും പ്രവാചകൻ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഒന്നും ചോദ്യം ചെയ്തില്ല, അവിശ്വസിച്ചില്ല. അത് പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ സംഭവിച്ചു. അങ്ങനെ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വലിയ ട്രാൻസ്ഫോർമേഷൻ നടന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അസാധ്യം, ഇനി രക്ഷയില്ല, ഇനി വിടുതലില്ല, എത്ര നാളുകളായി കിടക്കുന്നു, ഏറ്റവും ഉണങ്ങിയിരിക്കുന്നു എന്നൊക്കെ നാം പറയുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. ഇവിടെ തന്നെ പറയുന്നു 11-ാം വചനത്തിൽ, ഇത് ആരാ പറയുന്നത്? ഇസ്രായേൽ മക്കളാണ് പറയുന്നത്, ഞങ്ങളുടെ അസ്ഥികൾ ഏറ്റവും ഉണങ്ങിയിരിക്കുന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞു പോയി. എന്നാൽ 12-ാം വചനത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ ശവകുടീരങ്ങളെ തുറന്ന് അവയിൽ നിന്ന് ഞാൻ നിങ്ങളെ പുറത്തെടുക്കും. അതായത് ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. അവൻ ഏത് കല്ലറയ്ക്കുള്ളിൽ നിന്നും നമ്മെ പുറത്തെടുക്കണം. അതായത് ഇനി പുറത്തു വരത്തില്ല, ഇനി വിടുവിക്കപ്പെടത്തില്ല, ഇനി ഒരു രക്ഷയുമില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മെ വിടുവിക്കുന്ന കാര്യം കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം യഹോവയുടെ ആത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ നാം ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യെഹെസ്കേൽ പ്രവാചകന് ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ചുറ്റും കിടന്ന അസ്ഥികൾ ജീവിച്ചത്. 123-ാം സങ്കീർത്തനം 4-ാം വചനത്തിൽ വായിക്കുന്നു, സുഖിയന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്നയെ സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഏറ്റവും ചില പ്രാർത്ഥനാവിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ, ചില പ്രത്യാശയ്ക്ക് ഭംഗം വന്നു എന്ന് പറഞ്ഞ് നിന്നയും പരിഹാസവും സഹിച്ച് ഏറ്റവും അടുത്തിരിക്കുന്ന അവസ്ഥയാണോ നമ്മുടെ ജീവിതം? ഏറ്റവും ക്ഷീണിച്ചിരിക്കുകയാണോ? ഭാരപ്പെടേണ്ട, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും വൃഥാവായി പോകത്തില്ല. നെഗറ്റിവിറ്റീസും കണ്ട് ഭാരപ്പെട്ട് തളർന്നു പോകണ്ട. ഒന്നാമത് നമുക്ക് തന്നെ ഒരു ചേഞ്ചിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസമുള്ള ഒരു ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി നന്ദി അപ്പ. കർത്താവെ, ഏറ്റവും ഉണങ്ങിക്കിടന്ന അസ്ഥികളെ ഏറ്റവും വലിയ സൈന്യമായി നിർത്തിയതുപോലെ കർത്താവെ, ഞങ്ങളുടെ മനസ്സ് ഏറ്റവും അടുത്തിരിക്കുന്ന, ഏറ്റവും അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി ഏറ്റവും വലിയ സാക്ഷിയായി, ആമേൻ, ഹല്ലേലൂയ, ഏറ്റവും വലിയ ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതങ്ങൾ വെളിപ്പെടുവാൻ കാരണമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.